ചേച്ചി കീർപ്പണം. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനില്ല. ഞാൻ പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ? അതെന്തൊരു? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടാ? ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ പത്മാസനം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണ്ടി പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ? ചേട്ടാ എന്നാട്ടാ? സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാര്? അവനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ. താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല, കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട. ഗ്ലൂക്കോസ് പിടിച്ചു. വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ. മുള്ളാൻ ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കില്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ.
എന്താ അടിമേ? എടാ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരാ. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു അതെ, ഇനി എങ്ങനെയും വാങ്ങിക്ക് വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും പൊളിക്കും കേട്ടോ. മനു. ആ ഞാൻ തന്നെ. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പണിയെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വലിയ ദേഷ്യക്കാരനാണ്. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ? ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ ഹലോ. ആ എടാ വർഗീസേ, ഇത് ഞാനാടാ മാർട്ടിൻ. മാർട്ടിനോ? ഞാനല്ലേ മാർട്ടിൻ? അത് ശരിയല്ല, അതല്ല ഇവിടുത്തെ വിഷയം. നീ ഇപ്പൊ എവിടെയാ? ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരു ടൂറ് പോയിക്കൊണ്ടിരിക്കുക, കൊടൈക്കനാൽ വരെ. ആ എന്നാ നീ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കും. ഒരു മിനിറ്റ്. ആ ഞെട്ടാൻ തയ്യാറായി, പറഞ്ഞു. അത് പിന്നെ എന്റെ ലോഡ്ജിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അതെ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. നീ ഒന്ന് ഊഹിച്ചു പറയടാ. നീ ഒന്ന് ആരാന്ന് പറടാവേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? അത് നിനക്കറിയില്ലേ? ക്രിക്കറ്റ്. ആ അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? സിദ്ധു. ആ അയാള് തന്നെ. പിന്നെ സിദ്ധു ഒന്ന് പോടത്തോരപ്പാവിടുന്നു. അത് നിന്റെ പരട്ട ലോഡ്ജില്. അതെ, സിദ്ധു ആയിരിക്കില്ല, വല്ല സിന്ധുവുമായിരിക്കും. കർത്താവാണേ സത്യം. എടാ ഇവിടെ താമസിക്കുന്ന ഒരു ചെറുക്കന്റെ അടുത്ത സുഹൃത്താ. അവര് പഞ്ചാബിൽ വെച്ച് പരിചയപ്പെട്ട. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവനെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ ആ നീ വിശ്വസിക്കേണ്ട വിശ്വസിച്ചാ മതി. നീ എനിക്കൊന്നുമില്ല. നീ വട്ടന്മാരോട് ഇനി ചിലപ്പോ അത് ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ. ഹലോ. ഹലോ എടാ മാട്ടിനെ, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ടൂറിന് പോവാന്ന്. ജസ്റ്റ് പാസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് അവരൊക്കെ എത്തി? അവരെല്ലാം മണിക്കത്തിരിപ്പുണ്ട്. അല്ല എവിടെയാണ്? മുകളിലുണ്ട്, വർക്കൗട്ടില്ല. അതേടാ ദേ, ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? എന്റെ ബാല്യകാല സുഹൃത്താ മിസ്റ്റർ മാർട്ടിൻ. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാ. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പൊ വന്നോളൂ നമ്മുടെ സിദ്ധുവിനെ കാണാൻ. ഓ സിദ്ധവും കിന്തും. ആ ഓടിന്റെ കാര്യം എന്തായി? അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഒന്ന് ഓടിക്കേ. അല്ല ആളെ കാണാൻ പറ്റുമോ? പിന്നെന്തേ, അതെ വർഗീസിന്റെ ലോഡ്ജ്. നിനക്കല്ലേ പോയി. നിങ്ങളുടെ അപ്പന് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ടൂർ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? വയസ്സാം കാലത്ത് ഒരു ക്രിക്കറ്റ് കളി. എന്റെ പൊന്നെ, അവരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ? അവരൊക്കെ ഇന്നോ നാളെന്നും പറഞ്ഞ പോവില്ലേ? കൊല്ലി അത് സംസ്കൃതം അല്ല പറഞ്ഞത്, പച്ചത്തെറിയാ. എന്താ ചേട്ടാ ഇവിടെ ഒരു ആൾക്കൂട്ടം? എന്ത് പറയാനാ അനിയാ, ഞങ്ങൾ ടൂറ് പോവായിരുന്നു. അപ്പോഴാ അറിഞ്ഞത് ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടെന്ന്. സിദ്ധു? ഏ സിദ്ധു? ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. എന്തായി? പുള്ളി സമ്മതിച്ചോ? അതെന്ത് ചോദ്യോ മാട്ടിന്. ഈ വർഗീസിനോട് നോ പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടോ? അപ്പൊ ഞാൻ അവരെ കൂടെ വിളിച്ചാലോ? എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്താ? അതെ അയാൾ വന്ന ക്ഷീണത്തിലാ, ഒന്ന് കുളിച്ച് ഫ്രഷായി വരാന്ന് പറഞ്ഞു. എവിടെ പിന്നെ വിളിച്ചും പോയി വന്നും പോയി. അവൻ അതുമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കേ. ആടാ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. നീ ഒരു കാര്യം ചെയ്, നമ്മളെ ക്ലബിലെ മുഴുവൻ ടീമിനും കൂട്ടിഞ്ഞ് പോര്. ലേറ്റ് ആവല്ലേ? ആ ഓക്കെ. എന്താണ് അവിടെ ഒച്ച വേളൊക്കെ? ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വന്നിട്ടുണ്ടെന്നേ. ക്രിക്കറ്റ് കളിക്കാരൻ? ആ എന്താ വാടക ഇത്? അങ്ങേര് കുളം പിടി കുളിക്കാണോ?
എന്റെ മാട്ടിന് അവര് വലിയ വലിയ ആൾക്കാരല്ലേ. അവരിപ്പൊ വന്നതല്ലേ ഉള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാവേ. ക്രിക്കറ്റ് കളിക്കാരൻ വന്നെന്ന് കോഹ്ലിയെ കീഴിലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ വന്നാ കാണാം. ആ പുറത്തൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴേ ആള് കൂടി തന്നെ. എന്താണ് ഇവിടെ? എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ ഒരു വലിയ നേതാവ് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടം. നേതാവ്? സിദ്ധു അറിയൂ? ഓ, സിദ്ധു അണ്ണൻ. അതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞു ഇല്ല അണ്ണ? പിന്നെ 1 മാസം മുമ്പേ അറിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് മാറിയപ്പോ ഒരു മിനിറ്റ്. ഹലോ. ആ അണ്ണാ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഇവിടെ ദേവസഹായ ലോഡ്ജിലെ സിദ്ധു വന്നിട്ടുണ്ട്. എടാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവള് ശരിയല്ലാണ്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവള് പാവമാണ്, കുടുംബിനിയാണ്. ഇപ്പൊ നേരിട്ട് കിടപ്പ് സമാധാനമല്ല. ഇയാളിത് എന്തോന്ന് പറയുന്നത്? സിന്ധു അല്ലണ്ണ, സിദ്ധു. അതാരാ? നമ്മുടെ വലിയ നേതാവല്ലേ? ഓ, സിദ്ധുവണ്ണൻ. ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളല്ലേ? എന്നിട്ട് നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെച്ചാ? അതിപ്പോ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ലേ. നിങ്ങളൊരു കിഴങ്ങൻ തന്നെ. പ്രതിഷേധിക്കാനാ? എങ്ങനെയാ? നമുക്ക് പോലീസിനെതിരെ പ്രതിഷേധിക്കാം. എന്നിട്ട് ആ എസ് ഐക്ക് ഒരു പണി കൊടുക്കാം. എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയ്. നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് ആ അഹങ്കാരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞോ? അത് ഈ നാടിന്റെ ആഭ്യന്തരത്തിന്റെ വീഴ്ചയല്ലേ? അത് ശരിയാവോ? മിന്നലസയുടെ സ്വഭാവം അറിയാല. ഒന്നും സംഭവിക്കില്ലണ്ണ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ആ മിന്നലിനെ വിളിച്ചൊന്ന് വരട്ട്. അതിലയാൾ വീണാൽ സംഭവമേറ്റ്. ആണല്ലേ? ഓക്കെടാ. ഹലോ. ഹലോ, എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണോ? എസ് ഐ സാറൊന്നും വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാ. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാ? അയ്യോ സാറത് എന്തിനെന്നറിയോ? ഞാൻ ഈ ഉറക്ക ചടവിന് ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറേ.